വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം കാണാൻ പോകുന്നത് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് ആയുർവേദ ചികിത്സയും അതിലൂടെ ഒരു രോഗ ശമനം കിട്ടിയ ഒരു വ്യക്തിയുടെ ഒരു ടെസ്റ്റിമോണിയിലൊക്കെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം ഇപ്പോൾ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരുപാട് പേരായി നമ്മൾ ചികിത്സിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പലപ്പോഴും പല രോഗികളും നമ്മൾ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ 2-3 മണിക്കൂർ അഡ്മിഷൻ, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ചികിത്സിക്കുന്നത്. 2-3 മണിക്കൂറിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു രോഗത്തിൻ്റെ വേദന കുറയാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. എപ്പോഴും നമ്മളതൊരു അപ്പൻഡിക്സിൽ നമ്മൾ സ്കാൻ റിപ്പോർട്ട് നോക്കിക്കൊണ്ടാണ് ഒക്കെ ചികിത്സ എടുക്കുന്നത്. അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചികിത്സിക്കാറില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത്, അപ്പൻഡിക്സിൻ്റെ സർജറി മറ്റന്നാളാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു 3 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ആയുർവേദ മരുന്ന് കഴിക്കുന്നത് പോലെ കാലത്തൊന്ന് വൈകിട്ടൊന്ന് എന്നുള്ള രീതിയിലല്ല നമ്മുടെ അപ്പൻഡിക്സിൻ്റെ മരുന്നിന് ചികിത്സകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഓരോ മണിക്കൂറിലും മരുന്ന് കൊടുത്ത് ഒരു 6-7 മണിക്കൂറിനുള്ളിൽ ആ വേദന കംപ്ലീറ്റ് മാറ്റുന്ന ഒരു ശൈലിയിലാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും USG സ്കാൻ എടുത്ത് നോക്കും. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടോ, ഇൻഫ്ലമേഷൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കി സയൻറ്റിഫിക് ആയിട്ടാണ് നമ്മളിവിടെ ചികിത്സിക്കാറുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നിഷ എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റാണ്. അവർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അപ്പൻഡിക്സിൻ്റെ വേദന മൂലം, കരച്ചിലായിട്ട് വേദന മൂലം ഒരു മോഡേൺ ഹോസ്പിറ്റൽ അഡ്മിറ്റായി. അവർ 7 ദിവസം ചികിത്സിച്ച് മാറുന്നില്ല. വേറൊരു മോഡേൺ ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്നും മാറാണ്ട് അവർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്നത്. അവർ പറഞ്ഞൊരു പ്രശ്നം അതാണ്, ഒന്നല്ലെങ്കിൽ അമ്മ രക്ഷപ്പെടും, അല്ലെങ്കിൽ കുഞ്ഞ് സർജറി ചെയ്താൽ ഒന്നല്ലെങ്കിൽ കുഞ്ഞ് മരിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ അവിടെ വന്ന് ചികിത്സിച്ചതിന് ശേഷം പിന്നെ സുഖപ്രസവമായിരുന്നു. ഇപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ഇന്ന് നമുക്ക് അവരുടെ ടെസ്റ്റിമോണി നമുക്ക് കേൾക്കാം. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അന്നുണ്ടായിരുന്ന കാര്യം ഒന്ന് പറയാമോ? അന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവനെ 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് പള്ളയ്ക്ക് വേദനയായിരുന്നു. അപ്പോൾ പള്ളിക്ക് വേദന വന്നപ്പോൾ ഗ്യാസാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നത് ഇംഗ്ലീഷ് ആശുപത്രിയിലായിരുന്നു ഞാൻ കാണിച്ചത്. അപ്പോൾ ഗ്യാസാന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ പോയി എടുക്കും, വേദനയുടെ ഇഞ്ചക്ഷൻ എടുക്കും, എന്ത് എന്നാലും കുറയണില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടമാനം പെയിൻ കൂടി ഛർദ്ദിച്ച് വശം കെട്ട രീതിയായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് സ്കാൻ ചെയ്തപ്പം പറഞ്ഞു, ഒരു സംശയമുണ്ട്, ഞങ്ങൾക്കൊന്നും കൂടെ സ്കാൻ ചെയ്യണം, MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, MRI സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഗർഭപാത്രത്തിൻ്റെ പുറകിലായിട്ട് അപ്പൻഡിക്സും ഉണ്ട്, മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ഇതുമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ ഒരു 7 ആഴ്ചയോളം ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആയി. 7 ദിവസം അഡ്മിറ്റ് ആയി കടന്നിട്ടൊന്നും എനിക്ക് അപ്പൻഡിക്സിന് കുറയുന്നില്ല, കൂടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഞാൻ പോയപ്പോൾ 4 mm എന്നുള്ള, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 9 പോയിന്റ് എത്തി. അത്രയും കൂടി. പിന്നെ ബ്ലഡ് കുറയുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു. കുഞ്ഞിനെ ലഭിക്കില്ല, സർജറി ചെയ്യണം, ഒന്നെങ്കിൽ അമ്മ നഷ്ടപ്പെടും, അല്ല കുഞ്ഞ് ഇതാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിട്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞു നേരെ വേറൊരു ആശുപത്രിയിൽ റെഫർ ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 7 ദിവസം ഇങ്ങനെ ആശുപത്രി കടന്നിട്ട് വന്നാൽ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഈ 650 ഡോളോയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഡോളോ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് 1 മണിക്കൂർ പോലും ശമനം കിട്ടണില്ല, വേദനയ്ക്ക് ശമനം കിട്ടുന്നില്ല. അങ്ങനെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നു. 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഈ അപ്പൻഡിക്സ് എന്താന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയതാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ ഡോക്ടറിൻ്റെ ഇത് കാണുന്നത്, ഡോക്ടർ അനുമോദ് ഡോക്ടറിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇന്നപോലെ ഒരു സംഭവം ഉണ്ട്, 1 മണിക്കൂർ കൊണ്ട് മാറ്റുമെന്നാണ് പറയണത്. അപ്പോൾ എന്നോട് ഒരു ദിവസം എന്നാണ് 1 മണിക്കൂർ കൊണ്ട്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, നീ എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് പോയി 41,000 രൂപ ചിലവായി, അങ്ങനെയുള്ള നിൻ്റെ ഈ അപ്പൻഡിക്സ് 1 ദിവസം കൊണ്ട് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്ക് എങ്ങനെയായാലും ഒന്ന് പോയി നോക്കാം. അപ്പം ഞാൻ ഞങ്ങളുടെ വീട് കൊടകരയാണ്. കൊടകരയിൽ നിന്ന് ഇവിടം വരെ 25 കിലോമീറ്റർ ഉണ്ട്. ഈ 25 കിലോമീറ്റർ വരണമെങ്കിൽ $5-6 $650 കയ്യിലുണ്ടായിരുന്നു. കാരണം ഏത് നിമിഷവും എനിക്ക് വേദന വരും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പനിയോ ഛർദിയോ വേദനയോ വന്നാൽ വെച്ചുകൊണ്ടിരിക്കില്ല, ആശുപത്രി പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഗ്നൻറ്റും കൂടിയാണല്ലോ 5 മാസം. അപ്പോൾ അങ്ങനെ ഈ 6 ഡോളോയും ആയിട്ടാണ് ഞാൻ ഈ ആശുപത്രി വരുന്നത്. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ കുറേ പേര് ഇരിപ്പുണ്ട്. അതിലൊരു ചേട്ടൻ പറഞ്ഞു,
എന്താ പറ്റിയ ഈ നടക്കുന്ന വയ്യാണ്ട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. എന്താ പറ്റിയ? ഞാൻ പറഞ്ഞു അപ്പൻഡീസാണ്. അപ്പോൾ പറഞ്ഞു അപ്പൻഡീസാണ് ഈ ഡോക്ടർ മാറ്റുന്നത്. പറഞ്ഞു എൻ്റെ ചേട്ടൻ ഞാൻ പ്രഗ്നൻ്റ് ആണ് 5 മാസം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എങ്കിലും ഡോക്ടർ മാറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ്. ഇവിടുന്ന് എനിക്ക് വന്നപ്പോൾ മരുന്ന് തന്നു, ഒരു വട്ടം തന്ന്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വണ്ടി നീങ്ങിയതേ ഉള്ളൂ. നീങ്ങിയപ്പോൾ വേദനയ്ക്ക് ഇച്ചിരി ശമനം വന്നപ്പോൾ ഞാൻ കിടന്നില്ല. മരുന്ന് കഴിച്ചപ്പം തന്നെ പോയി. ഇല്ല കിടത്തിയില്ല. മരുന്ന് ഡോക്ടർ അപ്പം നോക്കിയിട്ട് ഒരു മരുന്ന് തന്നു. തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ആ മരുന്ന് തന്നു. ഞങ്ങൾ ഇവിടുന്ന് കുറച്ചങ്ങ് ആ മണ്ണുത്തിയുടെ അവിടെ ഇവിടെ ചെന്നതേ ഉള്ളൂ. ഹൈവേയിലോട്ട് കയറിയപ്പം തന്നെ വേദനയ്ക്ക് ഒരു ഇച്ചിരി ശമനം. എനിക്ക് വേദനയ്ക്ക് ശമനം ഉണ്ടല്ലോ, ഡോളോട് ആവശ്യം ഇനി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ ഇടവിട്ടായിരുന്നു മരുന്ന് കഴിക്കാൻ തന്നെ. അപ്പോൾ വീട്ടിൽ ചെന്ന് എനിക്കൊരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വേദന പകുതിയോളം പോയി. രാത്രിയിലും 1 മണിക്കൂർ ഇങ്ങനെ ഇടവിട്ട് കളിച്ച് നേരം എടുത്തപ്പോൾ എൻ്റെ വേദന നന്നായിട്ടങ്ങ് മാറി. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ ഡെലിവറി കഴിഞ്ഞിട്ട് സർജറിക്ക് ചെല്ലാനാണ് എന്നോട് പറഞ്ഞത്, അപ്പൻഡിക്സിൻ്റെ. പക്ഷേ എനിക്ക് സർജറിയുടെ ആവശ്യം വന്നിട്ടില്ല, ഒന്നിൻ്റെ ആവശ്യം വന്നില്ല. രോഗം പൂർണ്ണമായിട്ട് മാറി. അപ്പം അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്കായാലും എന്തെങ്കിലും അസുഖം വന്നാൽ ഓടി ഇങ്ങോട്ടാണ് ഞാൻ വരുന്നത്. കുഞ്ഞു പോവും എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ ക്രിസ്ത്യൻ രീതി വെച്ച് അന്ത്യകുദാശ തന്നാണ് സത്യം പറഞ്ഞ എന്നെ വിട്ടത്. എന്നുവെച്ചാൽ അവിടെ കുമ്പസാരിച്ച് കുർബാനയും സ്വീകരിച്ചിട്ടാണ് എന്നെ വിട്ടത്. കാരണം എന്ന് വെച്ചാൽ അതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഡോക്ടർമാരൊക്കെ എന്നെ കൈയൊഴിഞ്ഞു. മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയി എന്തായാലും കുഞ്ഞ് നഷ്ടപ്പെടും, വേറൊരു ആശുപത്രി ഞങ്ങൾ പോയി. അങ്ങനെ പോയിട്ട് വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് ഡോക്ടറിന്റെ ഇതിങ്ങനെ ഞങ്ങൾ കാണുന്നത്. നഷ്ടപ്പെടുത്താന്ന് വെച്ചാൽ സർജറി ചെയ്യാനും പറ്റില്ല, ഗർഭപാത്രത്തിന്റെ പുറകിലുമായിരുന്നു. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്കാണ് വരാറ്. മിടുക്കനായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ടിരിക്കുന്നു. ഇവരുടെ ഒരു അനുഭവമൊക്കെ ഒരു വർഷത്തിന് മുമ്പുള്ളതാണ്. അതിനുശേഷം ഒരുപാട് അപ്പൻഡിസൈറ്റിസ് രോഗികളെ നമുക്ക് ചികിത്സിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അവരെല്ലാം വലിയ കുഴപ്പമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഒരു രോഗമുക്തിയിലേക്ക്, ഞാൻ പറയുന്നത് പോലെ 1 ദിവസം 2 ദിവസമൊക്കെയാണ് നമ്മൾ അതിനെടുക്കുന്ന മാക്സിമം സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.